ഹായ് ഗൈസ്. അപ്പോൾ എനിക്ക് പറയാൻ നിങ്ങളോട് കുറച്ച് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഞാനിന്ന് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട് കുറച്ച് ദിവസം മുമ്പ് എന്നോടൊരു കാര്യം പങ്കുവച്ചു. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി ഗൈസ്. ഒരുപാട് വിഷമം തോന്നി. ഇങ്ങനെയൊക്കെ ഒരു കാര്യം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെയെല്ലാം ഉണ്ടോ? അതാണ് ഞാൻ ചിന്തിക്കുന്നത്. എന്താ സംഭവം എന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 12 വർഷമായി ഗൈസ്. 12 വർഷത്തിനിടയ്ക്ക് ഇന്ന് വരെ അവളെ ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടമല്ല, കണ്ണിൻ്റെ മുമ്പിൽ കണ്ടുകൂടാ. അതെന്താ കാര്യം എന്ന് വിചാരിച്ചാൽ ഒന്നും അറിയില്ല സംഭവം. ഓളൊരു മുഖത്തോക്കി ഒരു സംസാരിക്കുന്ന പ്രകൃതമല്ല. ഓള് കല്യാണം കഴിയുന്നതിന് മുന്നേ തന്നെ നമുക്ക് എല്ലാവർക്കും അവളെ അറിയുന്നതാണ്. സ്കൂളിലെ ടീച്ചേഴ്സ് വരെ പറയലുണ്ട്, നിന്നെ കല്യാണം കഴിച്ച് കൊണ്ടുപോയെടുക്കുക അവര് ഭാഗ്യമാണ്, നീ ഒന്നും പറയില്ല, നീ ഒരു പാവം പിടിച്ച പെണ്ണ്, അതുകൊണ്ട് നിനക്ക് നല്ലൊരു വീട്ടുകാരെ തന്നെ കിട്ടുന്ന എല്ലാവരോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വീട്ടുകാരെ കിട്ടിയത് നല്ലതല്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ഓളെ കണ്ണിന് മുമ്പിൽ കണ്ടുകൂടാന്നാണ് ഓള് പറയുന്നത്. വെച്ചാൽ ഓള് ഇങ്ങനെ ഒരു സങ്കടപ്പെട്ടും എന്താ പറയുക കരയൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചതാണ്. അപ്പോൾ എന്നോട് കാര്യം പറഞ്ഞത്. അപ്പോൾ 10-12 വർഷം ഈ കല്യാണം കഴിഞ്ഞ് 2 മക്കളായി കൈസ ഓക്ക്. അപ്പോൾ ഭർത്താവിന് നല്ല സപ്പോർട്ട് സ്നേഹം ഉള്ളതുകൊണ്ട് ഓൾ ഇന്ന് ജീവിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ഓള് പറയുന്നത് ഞാൻ ജീവിച്ചിരിക്കൂല എന്നാണ്. കല്യാണം കഴിഞ്ഞ് കൊണ്ടുപോയാൽ നമ്മളിപ്പോൾ ഒരു വീട്ടിലേക്ക് വലതുകാലം വെച്ച് കയറി പോകുന്ന വീട്ടിൽ ആൾക്കാർ നല്ലതല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ആ വീട്ടിൽ ജീവിക്കും? അവരെ പോലെയുള്ളവർ പറയുന്നതെന്ന് വെച്ചാൽ വന്നു കയറിയ മരുമക്കൾ നല്ലതായിരിക്കണം. ഇവർക്ക് എങ്ങനെ പറയാം? നമ്മളൊരു വീട്ടിലേക്ക് ഇപ്പോൾ ഒരു വീട്ടിലേക്ക് നമ്മൾ പോകുന്നത്, ആ വീട്ടിലുള്ളവരെ മുഖം ഇങ്ങനെ എന്താ പറയുക കടന്നൽ കുത്തിയോല ഇങ്ങനെ പിടിച്ചിരിക്കുന്ന വീട്ടിലേക്ക് നമ്മൾ എത്ര ചിരിച്ചുല്ലസിച്ച് കടന്നു ചെന്നാലും കാര്യമുണ്ട് ഗൈസ്. ആ വീട്ടിലുള്ളവരല്ലേ, നമ്മൾ കയറി ചെല്ലുന്ന വീട്ടിലുള്ളവർ നല്ലതായാലല്ലേ ഗൈസ് കാര്യമുള്ളൂ. വന്നു കയറുന്ന പെണ്ണല്ല ആദ്യം നന്നാവേണ്ടത്, ആ വീട്ടിലുള്ളവർ നന്നാവണം. വീട്ടിലുള്ളവർ നന്നായി മാത്രമേ വന്നു കയറിയ മരുമക്കൾക്ക് അവരെ നല്ലതാവോ മോശമാവോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലൂ. നമ്മൾ പോയി കഴിഞ്ഞ ശേഷം അവരെ വീടും മുഖവും ഇങ്ങനെ പിടിച്ച് അവരോട് മിണ്ടുവോ പറയുമോ ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾ എത്ര ചിരിച്ച് നിന്നിട്ട് എന്ന കാര്യമുള്ളത്. നമ്മൾ കയറി ചെന്ന വീട്ടിലവർ നന്നാവണം, എന്നാലേ ആ വീട്ടിലെ വീട്ടിൽ കയറി ചെല്ലുന്നവർ നന്നാവുള്ളൂ. മരുമക്കളെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എത്രയോ പാവം പിടിച്ച മരുമക്കൾ നമ്മൾ ഇന്ന് സമൂഹത്തിൽ ആത്മഹത്യ ചെയ്ത് പോയിട്ടുണ്ട്. കാരണം വെച്ചാൽ വീട്ടുകാരോട് പറയുമ്പോൾ നമ്മൾ ഭർത്താവിൻ്റെ വീട്ടിലെ കാര്യങ്ങൾ സ്വന്തം വീട്ടുകാരോട് പറയുമ്പോൾ അവർ പറയും ഇത് സഹിച്ച് നിൽക്കുക, വേറെ വഴിയില്ല. ആരോടും പറയാൻ പറ്റാത്ത ഉള്ളിൽ സങ്കടം ഒളിപ്പിച്ച് വെച്ച് സഹിക്കാൻ പറ്റാത്ത അവസ്ഥ ഒരു ആത്മഹത്യ ചെയ്യുന്ന എത്രയോ പെൺകുട്ടികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. വന്നു കയറുന്ന മരുമക്കളെ ആദ്യം സ്വന്തം മോളായിട്ട് തന്നെ കാണണം, എന്നാലേ ആ വീട്ടിൽ എപ്പോഴും ഒരു സന്തോഷ സ്നേഹവും നിലനിൽക്കും. മോൻ്റെ ഭാര്യയായിട്ടെങ്കിലും കാണണം. ഇത് മോനെ ഭയങ്കര തലയിലെടുത്ത് വെക്കും, പക്ഷെ മോൻ്റെ ഭാര്യയെ കണ്ടുകൂടാ. മോനോട് സ്നേഹം കാണിക്കുന്ന അച്ഛനും അമ്മക്കും മോൻ്റെ ഭാര്യനെ സ്നേഹിക്കാം. അപ്പോൾ ഈ മോനോട് കാണിക്കുന്ന സ്നേഹം കപടതയല്ലേ ഗൈസ്? സ്വന്തം മോനെ ജീവനിൽ സ്നേഹിക്കുന്ന അച്ഛനും അമ്മയ്ക്കും മോന്റെ ഭാര്യനെ സ്നേഹിക്കാതിരിക്കാൻ പറ്റൂല. അപ്പൊ അതിനർത്ഥം സ്വന്തം മോനെ അവർ സ്നേഹിക്കുന്നില്ല എന്നതാണ്. സ്വന്തം വന്നു കയറുന്ന മരുമക്കളെ സ്നേഹിക്കാത്ത അച്ഛനും അമ്മയും കുടുംബക്കാരും സ്വന്തം മകനെ സ്നേഹിക്കുന്നില്ല എന്നതാണ് അർത്ഥം.